നമസ്കാരം. പ്രീത സീസണൽ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രതിപാദ്യ വിഷയം കെൻഡോൽ, കയ്പില്ലാത്ത പാവയ്ക്ക. ഇത് ആസാമിലും അതുകൊണ്ട് ബംഗാൾ, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇതുവരെ കാണപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പൊ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇതിന് ഒരുപാട് ഗുണമേന്മകളും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിന് നടീൽ വസ്തുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കിഴങ്ങാണ്. ഒരു കാരണവശാലും സ്വയം പരാഗണം നടക്കത്തില്ല. നമ്മുടെ കൃത്രിമ പരാഗണം നടത്തിയെങ്കിൽ മാത്രമേ ഇത് പെൺപൂ കായായി മാറുകയുള്ളൂ. പിന്നെ പോളിനേഷൻ എങ്ങനെയാണ് ഞാൻ കാണിക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പാവലുകളുടെ റാണിയായ കെൻഡോലെ പറ്റി ഒരു വീഡിയോ ചെയ്തത്. എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അന്ന് തൊട്ട് എൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ വേണ്ടി വളരെ നാളുകൊണ്ട് കാത്തിരിക്കുകയാണ്. താഴെ വെച്ചപ്പം ഭയങ്കര കീടബാധ. അതിന് ഇപ്പൊ ടെറസിൽ കൊണ്ടുവച്ചപ്പോഴോ എന്തൊക്കെയോ ജീവി അതിന്റെ മണ്ട എല്ലാം പറിച്ചു തന്നെയാണ്. രാത്രി 12 മണി വരെ നോക്കിയാൽ ആ ജീവി എന്തോ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങനെ വളരെ കഷ്ടപ്പെടണം. ഇപ്പൊ എൻ്റെ ഒരു പൂവുണ്ടായേക്കുന്നത്. അപ്പൊ ഞാൻ ചെന്ന് വീഡിയോ ചെയ്യാമെന്ന്. ഇത് കെൻഡോലയുടെ ഫീമെയിൽ ചെടിയാണ്. കണ്ടോ നിൽക്കുന്നത്. ഇത് കെൻഡോലയുടെ മേൽ ചെടിയാണ്. ഇത് നിറച്ച് മുട്ടുകൾ നിൽക്കുന്നത് കണ്ടോ. അതിന്റെ ഷേപ്പ് നോക്കിയേ. ഇങ്ങനെ വല്ലതാണ് നമ്മുടെ പാവലയും മുട്ടുണ്ടാകുന്നത്. കണ്ടോ, ഈ മുട്ടൊക്കെ വിടരാറായി നിൽക്കുകയാണ്. രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് വിരിയും. എന്താ രാവിലെ വിരിഞ്ഞ് കൂമ്പി ഒരെണ്ണാണ് ഈ കാണിക്കുന്നത്. ഇതിങ്ങനെ പറിച്ചിനകത്ത് നിന്ന് തിളപുടം എടുത്ത് നമ്മൾ പോളിനേഷൻ ചെയ്തെങ്കിൽ മാത്രമേ ഇത് കായാവത്തുള്ളൂ. നമ്മൾ ഈ പോളിനേഷന് വേണ്ടി ആദ്യമായി ചെയ്യാൻ പോകുന്നത് ഈ ആൺപൂവിനെ ചെടിയിൽ നിന്നും പറിച്ചെടുക്കുകയാണ്. വളരെ സൂക്ഷിച്ച് പറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഇതളുകൾ ഇതിൽ നിന്നും വേർപെടുത്തണം. ഉണ്ടോ, റെഡ് കളർ ഉണ്ട്, ഒരു ഓറഞ്ച് കളർ, റെഡ് അല്ല ഒരു ഓറഞ്ച് കളർ. ഇതാണ് അതിനെ പൂമ്പൊടി അതിനെ പറ്റി പിടിച്ചിരിക്കുന്നത്. ഈ പൂമ്പൊടിയാണ് പെൺപൂവിന്റെ പരാഗണ സ്ഥലത്ത് വെച്ച് നമ്മൾ പരാഗണം നടത്താൻ പോകുന്നത്. നോക്കിയാട്ടെ എങ്ങനെയാണ് പരാഗണം നടത്തുന്നതെന്ന്. നമ്മുടെ പെൺപൂ വിരിഞ്ഞ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ പോളിനേഷൻ നടത്തുകയാണ്. ഈ പൂ അല്പം കൂടെ വിടർത്തിയിട്ട് അതിൻ്റെ പരാഗണ സ്ഥലത്ത് നോക്കിയിട്ട് നമ്മളിങ്ങനെ ആൺപൂവിൻ്റെ ഈ പൂമ്പടി ഇതിലേക്ക് പൂത്തിങ്ങനെ കൊടുക്കുകയാണ്. അതിൻ്റെ പരാഗണ സ്ഥലത്ത് വീഴത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പൂ കൊണ്ട് 5-6 പെൺപൂവി പോളിനേഷൻ നടത്താൻ പറ്റും. പക്ഷേ ഇപ്പം എൻ്റെ ഒരു പെൺപൂവി റെഡി ആയിട്ടുള്ളൂ. ഇത്രയും നാളി രണ്ടും കൂടെ വിടരത്തേയുള്ളൂ. ഒന്നി ആൺപൂ വിടരും, അല്ലേ പെൺപൂ വിടരും. ഇതെല്ലാം കൊഴിഞ്ഞു പോയി. പോളിനേഷൻ നടത്തി വളരെ കട്ടി കുറഞ്ഞ ആണിത്. ഇഷ്ടംപോലെ പരാഗ രേണുക്കളിനകത്ത് ഇതിപ്പോൾ ഉള്ളത് ഈ പൂ തന്നെ അങ്ങ് ഇടാം, വേറെ ഒന്നുമില്ലല്ലോ. ഇനി കൂടുതൽ പൂവുണ്ടാകുമ്പോൾ ഞാൻ കൂടുതൽ ഇങ്ങനെ പോളിനേഷൻ ചെയ്യുന്നത് കാണിക്കാം. ഇതെല്ലാം വെറുതെ കളയുണ്ടായില്ലേ. ഇത് തന്നെ അങ്ങ് മൊത്തം ഞാൻ ഇതിൻ്റെ പരാഗരേണ സ്ഥലത്തുള്ളത് ആദ്യമായിട്ടാണ് എനിക്ക് ഈ പരാഗണം ചെയ്യാനായിട്ട് കിട്ടുന്നത് തന്നെ. ഒമ്പതര ആയപ്പോഴത്തേക്ക് നല്ല വെയിലായിട്ടുണ്ട്. ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, ടെറസിലാണ്. പോളിനേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം 3 ദിവസമായിട്ടേ ഉള്ളൂ നമ്മുടെ കെൻഡോല കായായി മാറിയിരിക്കുന്നു. ഏറെ നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ് എനിക്ക് ഇന്നൊരു പോളിനേഷൻ ചെയ്തൊരു കായ കാണാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരോടും ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്.
ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കരുതുന്നു. അടുത്തൊരു വിഷയവുമായി അടുത്ത ദിവസം കാണും. അതുവരേക്കും എല്ലാവർക്കും ബൈ.